മറ്റുള്ളവർ ചെയ്യും പോലെ അല്ല ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. മറ്റുള്ളവരെ നമ്മൾ പറയുന്നില്ല, പക്ഷെ ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാവുമ്പോൾ പുള്ളി കാണിക്കേണ്ട ചില മാന്യത അതിൽ ഇല്ല എന്ന് എനിക്ക് തോന്നി. അപ്പൊ അതുകൊണ്ട് നിയമവശം അറിയാന്നുള്ള ഒരാള് ആണല്ലോ, ആളുകളെങ്കിലും വിശ്വസിക്കും. അപ്പം എന്തായാലും പുള്ളി അദ്ദേഹം വന്ന് കണ്ടതുപോലെയാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇവരൊക്കെ നമ്മള് CBI ഡയറി ഗ്രൂപ്പിലൊക്കെ ഉള്ള കഥകൾ പോലെ ഇവര് കഥകൾ മെനഞ്ഞുണ്ടാക്കുകയാണ്. ഇന്ന പോലെ നീ വന്നു, ഇന്ന പോലെ നീ ചെയ്തു, അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുകയാണ്. ഇതുപോലുള്ള ആൾക്കാരെ കാര്യം നല്ല നല്ല ഉദ്യോഗസ്ഥരും നല്ല നല്ല ആൾക്കാരും എനിക്ക് പരിചയമുണ്ട്. എനിക്ക് അടുത്തറിയാന്നുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. മനസ്സിലായില്ലേ? വളരെ അടുത്തുള്ള ആൾക്കാരുണ്ട്. ഞാൻ വളരെ ഇന്റിമസി ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാര്യങ്ങളൊക്കെ പറഞ്ഞും ബോധ്യപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഒരിക്കലും തെറ്റിദ്ധാരണ സമൂഹത്തിൽ പടർത്തരുത്. സാധാരണ ജനങ്ങളുടെ ജീവിതം ഇല്ലാതാക്കരുത്. അപ്പൊ നമുക്ക് ഇങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും ഇത്തരം ആൾക്കാരെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇത്രയും ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇങ്ങനെ ചിരിച്ച് അല്ലെങ്കിൽ വളരെ ഇതായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും വേറൊരാൾക്കാണ് ഇത് സംഭവിച്ചത്. ഞാനിങ്ങനെ ആലോചിച്ചു, ഒരു അവസ്ഥ വേറെയാണ്. തീർച്ചയായിട്ടും അനുഭവിക്കുന്ന മെന്റൽ പ്രഷർ ഞാൻ പറയുന്നത് നമ്മുടെ ഫാമിലിനെയൊക്കെ അത് ഭയങ്കരമായിട്ട് ബാധിക്കില്ലേ? ഇപ്പം എന്നെ കൺവിൻസ് ചെയ്യിക്കണം അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെ കൺവിൻസ് ചെയ്യിക്കണം എന്നൊക്കെ അങ്ങനത്തെ ഒരു സംഗതിയെ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് വന്നിട്ടില്ല. കാര്യം ഇപ്പൊ ഈ ഒരു സംഭവം നമ്മൾ അറിയുമ്പോൾ നമ്മുടെ വീട്ടിലാണുള്ളത്, അവിടെ ഉത്സവം നടക്കുകയാണ്. അപ്പൊ ആദ്യമേ അമ്മയുടെ അടുത്താണ് ഞാൻ ഇത് പറയണത്. കാര്യം അവിടെ ഉത്സവം നടക്കുന്നതുകൊണ്ട് ആരും മൊബൈലൊന്നും നോക്കിയിട്ടില്ല. അപ്പൊ എന്നെ വിളിച്ചു പറയണത് നമ്മുടെ ഒരു സുഹൃത്താണ്, എടാ ഒന്ന് നോക്കണം, ഞാൻ വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ടെന്നുണ്ട്. അപ്പൊ എനിക്കത് ഇത് എന്താണിത്? അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലായി ഇതാണ് സംഗതി എന്നുള്ളത്. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അമ്മയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ചേട്ടനെയും ചേച്ചി ഒക്കെ നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് ഈ കാര്യം ഇങ്ങനെ പറഞ്ഞു. അപ്പം ചേച്ചിയുടെ ഹസ്ബൻഡ് രഞ്ജിത്ത് പറഞ്ഞു അത് പോട്ടെ, അത് നമുക്ക് എന്താ ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട് അഡ്വക്കേറ്റ് അവൾ വിളിച്ചു, ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു. വന്നു, കാര്യങ്ങൾ സംസാരിച്ചു. ബാക്കി കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരാണ്. ഇനി ഈ ഒരു കേസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും പ്രശ്നമല്ല. ഇതിന് ആദ്യം വേണ്ടത് ജാമ്യമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് ജാമ്യം കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ഇവിടെ യൂട്യൂബിലിരുന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ് എന്നെ അറസ്റ്റ് ചെയ്തോന്ന്. വെള്ളിയാഴ്ച കഴിഞ്ഞാൽ കോടതി അവധിയുണ്ട്. 2-3 ദിവസം നമുക്ക് അങ്ങനെ ഡിലേ വന്നു. പിന്നെ ആ കോടതിയിൽ അതിനേക്കാളും വലിയൊരു കേസ് നടക്കുന്നു, വിസ്താരം നടക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ ഡിലേ വന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ജാമ്യം. ഇപ്പൊ കോടതിയിലെത്തിയപ്പോ കോടതിക്കും മനസ്സിലായിട്ടാണല്ലോ നമുക്ക് ജാമ്യം തരുന്നത്, ഇതിൽ എത്രത്തോളം ഇതുണ്ട് എന്നുള്ളത്. ജാമ്യം കിട്ടി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എൻ്റെ വീട്ടുകാർ തന്നെ നടന്നത്. ജാമ്യം 2 പേരുടെ ജാമ്യം വേണം. എൻ്റെ 2 ബ്രദേഴ്സാണ്. അതെ. അപ്പൊ അതുകൊണ്ട് ശ്രീക്ക് അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ശ്രീ വളരെ സമ്പന്നനാണ്. കേസ് കൊടുത്തവർക്ക് തെറ്റിപ്പോയി, വേറെ എവിടെയെങ്കിലും പോയി കൊടുക്കേണ്ടിയിരുന്നു. അല്ല, അവര് വേറെ പല രീതിയിൽ ഇതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഇവർ അതിനെ കുറിച്ച് തിങ്ക് ചെയ്തത്. നിങ്ങൾ ഇത്ര സ്ട്രോങ് ആണെന്നും സ്ട്രോങ് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ നേരിടുമെന്നും ആള് പ്രതീക്ഷിച്ചിട്ടില്ല. അവര് വിചാരിച്ചത് ഇവര് പണ്ട് ഇങ്ങനെ കേസുകൾ കൊടുക്കുന്ന ഒരു ശീലമുള്ളത് കൊണ്ട് അവർ വിചാരിച്ചത് നമ്മൾ പോയിട്ട് ക്ഷമ ചോദിക്കും, അല്ലെങ്കിൽ നമ്മൾ കാല് പിടിക്കും, അവരുടെ അടിമയായിട്ട് നിൽക്കും, നിങ്ങൾ പറയും പോലെ ഞാനിവിടെ അഭിനയിച്ചോളാം എന്നൊക്കെ വിചാരിച്ചു. ആ ഒരു ഇമേജ് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആരും തിങ്ക് ചെയ്യല്ല, അങ്ങനെ വിചാരിക്കാൻ. ആ കാര്യത്തിൽ ഒരു കാര്യം കൂടെ എനിക്ക് ചേർത്ത് പറയാനുള്ളത്, ആ കാര്യത്തിൽ 100% നമ്മുടെ ചാനലിനെയും കൂടെ നമ്മൾ ബഹുമാനിക്കുകയാണ്. കാരണം അവരെടുത്ത നിലപാട് കൃത്യമായിരുന്നു. ഇനി അതല്ല, ഇവരെ 2പേരെയും മാറ്റി നിർത്തിയിട്ട്, മനസ്സിലായില്ലേ, സ്ത്രീപക്ഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയല്ല. ഇതൊക്കെ എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം. അപ്പൊ കേസ് തീരട്ടെ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.